പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ ഇതുവരെ വാഹനാപകടങ്ങളിൽ പൊലിഞ്ഞത് 130-ലേറെ ജീവനുകൾ. തലങ്ങും വിലങ്ങും നിയന്ത്രണമില്ലാതെ വാഹനങ്ങൾ പായുന്ന പാതയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണം എന്നാവശ്യപ്പെട്ട് ചെറുകുന്ന് പുന്നച്ചേരിയിൽ പ്രതീകാത്മക മനുഷ്യ ഡിവൈഡർ തീർത്ത് പ്രതിഷേധിച്ച് ദേശീയ മനുഷ്യാവകാശ സംഘടനാ പ്രവർത്തകർ. 2 മാസങ്ങൾക്ക് മുൻപ് കാർ അപകടത്തിൽ 5 പേരുടെ ജീവൻ പൊലിഞ്ഞതും ഈ റോഡിലാണ്. ഏറെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് അവിടുന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. കാരണം 9 വയസ്സുള്ള മകൻ നഷ്ടപ്പെട്ട ഒരച്ഛൻ, അച്ഛനെ നഷ്ടപ്പെട്ട മകൻ, സഹോദരിയെ നഷ്ടപ്പെട്ട സഹോദരൻ, അങ്ങനെ എല്ലാ തരത്തിലും സ്വന്തം അച്ഛനെയും അമ്മയും ഒരൊറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ട മകൻ, അവൻ ഇതുവരെ അതിൽ നിന്ന് മുക്തമായിട്ടില്ല. കാരണം അവനെ ഉന്നത വിദ്യാഭ്യാസത്തിന് ചേർത്ത് തിരിച്ചു വരുന്ന വഴിക്കാണ് അവൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടത്, അമ്മയെ നഷ്ടപ്പെട്ടത്, അവൻ്റെ മാമൻ്റെ മകനെ നഷ്ടപ്പെട്ടത്, അവൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടത്. ഇപ്പോഴും രാത്രി ഉറങ്ങിക്കിടക്കുന്നിടത്തുനിന്ന് അവർ 4 പേരും വന്നു എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ഓടുന്ന ഒരു കുഞ്ഞിൻ്റെ മുഖമുണ്ട്. മനുഷ്യത്വം ഉണ്ടെങ്കിൽ നമുക്കത് മറക്കാൻ കഴിയില്ല. അത് അത്രമാത്രം വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവർ, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എത്ര പേരാണ് ഇവിടുന്ന് മരിച്ചു വീഴുന്നത്. ഗവൺമെൻറ് എന്തിനാണ് ഈ KSTP റോഡ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്? കൊലപാതകത്തിനാണോ തന്നിരിക്കുന്നത്? കൊറോണ കാലത്ത് എല്ലാവരെയും വറപ്പിച്ചുകൊണ്ട് ഞങ്ങളെ അടച്ചു പൂട്ടി പുറത്ത് വരാതെ 18 മാസക്കാലത്തോളം ഞങ്ങൾ അടച്ചു പൂട്ടിയിട്ട് ഞങ്ങളെ ജീവന് വേണ്ടി ഇത്രയും വില കൽപ്പിച്ച ഗവൺമെൻറ് ഇത്രയും ആൾക്കാർ ഇവിടെ മരിച്ചു വീഴുമ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഒരു ഡിവൈഡർ നിങ്ങൾ നിർമ്മിക്കുന്നില്ല? ഈ ഒരു ഡിവൈഡർ നിർമ്മിച്ചാൽ നിങ്ങൾക്ക് എന്താ നഷ്ടമുണ്ടോ? അതിന്റെ പൈസ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 കൊല്ലം കൊണ്ട് പരസ്യ കമ്പനിക്ക് കൊടുത്താൽ കിട്ടുന്നതാണ്. രാജ്യാന്തര നിലവാരമുള്ള പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാണ്. പല സ്ഥലത്തും റോഡിന് വേണ്ടത്ര വീതിയില്ല. വളവുകളും കയറ്റങ്ങളും ഇറക്കങ്ങളും ഇല്ലാതാക്കാൻ സാധിച്ചിട്ടില്ല. പ്രധാന സ്ഥലങ്ങളിൽ ഡിവൈഡറുകളും സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. സിഗ്നലുകൾ അനാവശ്യ സ്ഥലത്ത് സ്ഥാപിച്ചതും പോരായ്മയാണ്. മണ്ടൂർ, അടുത്തില, രാമപുരം, എരിപുരം, താവം, ചെറുകുന്ന്, കണ്ണപുരം എന്നിവിടങ്ങളിലായി നിരവധി ജീവനുകളും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കും KSTP റോഡിലെ അപകടങ്ങൾ കാരണം സംഭവിച്ചിട്ടുണ്ട്. ഇതുവരെ വാഹനാപകടങ്ങളിൽ 130-ലേറെ ജീവനുകളാണ് ഇവിടെ പൊലിഞ്ഞത്. ഇത്രയുമായിട്ടും റോഡിൽ ആവശ്യമായ സ്ഥലങ്ങളിൽ ഡിവൈഡർ സ്ഥാപിക്കുകയോ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുകയോ ചെയ്തിട്ടില്ല. 1 മാസം മുൻപ് കാർ അപകടത്തിൽപ്പെട്ട് 5 പേരുടെ ജീവൻ പൊലിഞ്ഞ ചെറുകുന്ന് പുന്നച്ചേരിയിൽ വെച്ചാണ് നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് സംഘടനയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി പ്രതീകാത്മക മനുഷ്യ ഡിവൈഡർ തീർത്ത് പ്രതിഷേധിച്ചത്. JCI ട്രെയിനർ ഡോക്ടർ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. ഇനിയും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ ഇതിലും ശക്തമായ പ്രതിഷേധങ്ങൾ നടത്തുമെന്ന് സംഘടനാ പ്രവർത്തകർ പറയുന്നു. ഇനിയൊരു ജീവന് പോലും ഇവിടുന്ന് അപഹരിക്കാൻ പാടില്ല. യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇവിടെ ഡിവൈഡർ നിർമ്മിച്ചിട്ടില്ലെങ്കിൽ ദേശീയ മനുഷ്യാവകാശ സംഘടന എന്ന് പറയുന്ന സംഘടന ഞങ്ങൾ അടുത്ത കാലത്ത് സമരം മറ്റുള്ള രീതിയിലേക്ക് മാറ്റി ഈ ഡിവൈഡർ നിർമ്മിക്കുന്നത് വരെ ഈ പറയുന്ന ഇവിടെ ചുറ്റുഭാഗത്തുള്ള ഇവിടുത്തെ സ്കൂളുകളെ കുഞ്ഞുങ്ങൾ പോലും ഞങ്ങളൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ അവരെ സമരത്തിൽ പങ്കെടുപ്പിക്കാൻ പറ്റാത്ത പ്രോട്ടോകോൾ ഉള്ളത് കൊണ്ടാണ് അവരുടെ കുടുംബക്കാരും എല്ലാവരും തന്നെ ഞങ്ങളോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് എത്രയും അടിയന്തരമായി ഈ പറയുന്ന കണ്ണൂർ KSTP പഴയങ്ങാടി മുതൽ കണ്ണൂർ പാപ്പിനിശ്ശേരി വരെയുള്ള ഈ സ്ഥലങ്ങളിൽ ആവശ്യമായ സ്ഥലങ്ങളിൽ ഡിവൈഡർ നിർമ്മിച്ചുകൊണ്ട് വളരെ അടിയന്തരമായി ഈ പണി പൂർത്തിയാക്കണം. പുന്നച്ചേരി പ്രദേശം ഇന്ന് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമായി മാറുകയാണ്. ഒന്ന്, വാഹനങ്ങളുടെ അമിതമായ വേഗത. യാതൊരു ശ്രദ്ധയുമില്ലാതെയാണ് വാഹനങ്ങളൊക്കെ തന്നെ മറികടന്നു പോകുന്നത്. പുന്നച്ചേരി പ്രദേശത്തുള്ള ഒരു പ്രൈമറി വിദ്യാലയമാണ് സെൻറ് മേരീസ് പുന്നച്ചേരി. ധാരാളം കുട്ടികൾ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ പഠനത്തിനായി എത്തിച്ചേരുന്നു. വലിയ ബുദ്ധിമുട്ടാണ് അവർക്ക് റോഡ് മുറിച്ചു കടന്ന് സ്കൂളിൽ എത്തിച്ചേരുന്നതിന് നേരിടുന്നത്. കൂടാതെ നടന്നു വരുന്നതിനുള്ള അസൗകര്യവും വളരെയേറെയാണ്. ശാശ്വത പരിഹാരം വേണമെന്നാണ് ജനങ്ങളും ആവശ്യപ്പെടുന്നത്. സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് അനൂപ് തവ്ര അധ്യക്ഷത വഹിച്ചു. ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ചിറക്കൽ ബുഷ്ര, പ്രദീപൻ മാലോത്ത്, ക്രിസ്റ്റീന, KK ഗംഗാധരൻ, PK ലളിത, A രാജേഷ്, പ്രദീപൻ തൈക്കണ്ടി, അബ്ദുൽ ഖാദർ കിഴറ, രോജിത്ത് രവീന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.